ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴിന്ന് വളരെ എളുപ്പത്തില് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ സാധനങ്ങളൊന്നും വേണ്ട. 2-3 പഴവും ഒരു മുട്ടയോ 2-3 സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 പഴം അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് പാളയംതോടൻ പഴം ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. ചെറിയ പഴം ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. അതൊരു 3 എണ്ണം എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടേ നന്നായിട്ട് ഒന്നങ്ങ് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണേ. അപ്പം ഞാനൊരു മുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയൊക്കെ ചേർക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിക്കാൻ പണ്ടേ ഞാൻ കുറച്ച് ബാക്കിലോട്ടായത് കൊണ്ട് ഇങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2-3 സ്ലൈസ് ബ്രെഡ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ മറ്റേ വീറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡൊക്കെ എടുക്കാം. 3 എണ്ണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വളരെ എളുപ്പത്തിൽ, കുറച്ചും കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പം ഇത്രയും വലിയ പണി ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ചേർക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഇപ്പം നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് മിക്സാക്കിയത്. എൻ്റെ വിസ്കിൻ്റെ ഒരു കോലം കണ്ടോ? എൻ്റെ മോൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കുറച്ചായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചാണ് ഇപ്പം ആഡ് ചെയ്തത്. ഇതങ്ങനെ നല്ലപോലെ അങ്ങ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ചെറിയ കഷ്ണങ്ങൾ ബ്രെഡിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ബാക്കി പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ദാണ്ടെ ഈ പരുവം ഉണ്ടല്ലോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങ് തരിതരിപ്പോടെ അതിനകത്ത് ബ്രെഡൊക്കെ ഉണ്ടാവണം. ഇങ്ങനെ തരിതരിപ്പോടെ കിട്ടുന്ന ഒരു ബാറ്റർ. അപ്പം ഇതിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. നമുക്ക് ചുട്ടെടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ദാണ്ടെ ഈ പരുവത്തിന് വേണം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഒരു കാര്യം, പിന്നെ ഞാനതിൽ ഷുഗർ ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ചേർക്കാട്ടോ. ഞാൻ പഴത്തിന് തന്നെ മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടത് കൊണ്ട് ഷുഗർ ചേർത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, നെയ്യ് ചേർത്താലും മതി. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പോഴേക്കും ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്നങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് 2ഓ 3ഓ ഒക്കെ ഒരു പാനിൽ ചെയ്തെടുക്കാം. ഞാൻ ആകെ 2 ചെയ്യുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ ഒരു 3ഓ 4ഓ ഒക്കെ ഒരു പാനിൽ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും വളരെ കെയർഫുൾ ആയിട്ട് വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അഥവാ മുറിഞ്ഞു പോലെ ഇങ്ങനെ ഒന്ന് ചേർത്ത് ഒന്ന് അമക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും ഇതുപോലെ ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗവും കൂടെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ്ടേ ഇനി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഷേപ്പൊന്നും ഒരു കാര്യമൊക്കെ വേണ്ട, അത്ര നല്ല പെർഫെക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ടേസ്റ്റ് നല്ല ഭാരമാണ് കേട്ടോ. നല്ല പുറത്ത് ചെറുതായിട്ട് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു സ്നാക്കാണ്. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.